വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യാശിക്കുന്നത് റഷ്യ യുക്രൈനുമായി ഒരു വെടിനിർത്തൽ കരാറിന് സമ്മതിക്കും എന്നാണ്. ഒരു വെടിനിർത്തൽ കരാറിൽ എത്തുമെന്നാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസം നീളുന്ന വെടിനിർത്തൽ കരാർ നേരത്തെ യുക്രൈൻ അംഗീകരിച്ചിരുന്നു. 4 ബന്ദികളുടെ ഡെഡ് ബോഡിയും ഒരു അമേരിക്കൻ പൗരനായ ഇസ്രായേൽ സൈനികനെയും വിട്ടുനൽകുമെന്ന് ഹമാസ്. ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ ഇബ്രാഹിം റസൂലിനെ അമേരിക്കയിൽ നിന്നും പുറത്താക്കി. കാരണമായി പറയുന്നത് റസൂൽ അമേരിക്കൻ പ്രസിഡന്റിനെ ദുഷിപ്പിക്കുന്നു എന്നതാണ്. ദക്ഷിണാഫ്രിക്കയായിരുന്നു ഗസ-ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. നാസയുടെ ബഹിരാകാശ പേടകം സ്പേസിലേക്ക് 9 മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ ബഹിരാകാശ സഞ്ചാരികളെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ ദൗത്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ കരാർ റഷ്യ അംഗീകരിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നാണ്. മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റുമായി അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ട്രംപിന്റെ അഭിപ്രായ പ്രകടനം. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ നേരത്തെ തന്നെ യുക്രൈൻ അംഗീകരിച്ചിരുന്നു. അതേസമയം പ്രസിഡന്റ് പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വെടിനിർത്തൽ കരാറിനെ ചില ഉപാധികളോട് അംഗീകരിക്കാം എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് തന്നെ യുദ്ധത്തിന്റെ മൂലകാരണം അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ മൂലകാരണമായി റഷ്യ പറയുന്നത് ഉക്രൈൻ നാറ്റോ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് യുക്രൈന്റെ നാറ്റോ അംഗത്വം ആദ്യം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. യുക്രൈൻ സൈനികർ കൂട്ടക്കൊല ചെയ്യപ്പെടരുത് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ആവശ്യത്തോട് റഷ്യൻ പ്രസിഡന്റ് പ്രതികരണം ഇങ്ങനെയായിരുന്നു: യുക്രൈൻ സൈനികരോട് മാനുഷിക പരിഗണന കാണിക്കണമെന്ന ട്രംപിന്റെ ആഹ്വാനം ഞങ്ങൾ മാനിക്കുന്നു. ആ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു, അവർ ആയുധം വെച്ച് കിടങ്ങുകയാണെങ്കിൽ എല്ലാവിധ അന്താരാഷ്ട്ര മര്യാദകളോടും അന്താരാഷ്ട്ര നിയമ പരിരക്ഷയോടും റഷ്യൻ ഫെഡറേഷന്റെ നിയമ പരിരക്ഷയോടുമുള്ള പരിചരണവും ജീവിതവും അവർക്ക് ലഭിക്കും. അമേരിക്കൻ പ്രസിഡന്റിന്റെ ആഹ്വാനം നടപ്പിലാവുന്നതിന് ഉക്രൈനിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉചിതമായ ഉത്തരവ് അവരുടെ സൈനിക യൂണിറ്റുകൾക്ക് ആയുധം താഴെ വെക്കുന്നതിനും കീഴടങ്ങുന്നതിനും നൽകുക എന്നതാണ്.